നമ്മൾ ഈ കാണുന്ന കോഴിമുട്ട ഉണ്ടല്ലോ, ഈ കോഴിമുട്ട 21 ദിവസം കൊണ്ട് 60 രൂപയ്ക്ക് മാറ്റാം. കഥയുണ്ട് കേട്ടോ. ആ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് 21 ദിവസം കൊണ്ട് കോഴിക്കുഞ്ഞായിട്ട് അത് വിൽപ്പന 60 രൂപ ആക്കാം. അതിനുള്ള യന്ത്രമാണ് ഈ ഇൻക്യുബേറ്റർ. അതായത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അതായത് നമ്മളിത് സംരംഭം തുടങ്ങിയിട്ട് 9 വർഷമായി. 9 വർഷമായി ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇതും കൊണ്ട് നല്ലതുപോലെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അതെ അതെ, നമ്മൾ ഈ കോഴിമുട്ട വാങ്ങിയിട്ട് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. 2500 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഒരു ഇൻക്യുബേറ്റർ 2500 രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2500 രൂപ ഞങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന് ഇത്രയും ഡിമാൻഡായി കിടക്കണല്ലേ. നോക്കിയാൽ എത്ര ഇൻക്യുബേറ്റർ അവിടെ കിടക്കുന്ന നോക്കിയേ അല്ലേ. ഇതിന് കാരണം മുഴുവൻ പ്രേക്ഷകരാണ്, നിങ്ങളെപ്പോലത്തെ ആളുകളുമാണ്. നിങ്ങളെപ്പോലത്തെ ആളുകളുമാണ് ഞങ്ങളെ ഈ സ്ഥാപനം ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഈ പ്രേക്ഷകരെ സഹായിക്കുന്നില്ലേ? പ്രേക്ഷകരെ തീർച്ചയായിട്ടും സഹായിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇനിയും കമൻറ്റിലേക്കും നല്ല നമ്മൾ ഈ വീഡിയോ എത്ര മാക്സിമം ഷെയർ ചെയ്യണോ അവർക്ക് ഇനിയും നമ്മൾ 5 ഇൻക്യുബേറ്റർ കൊടുക്കണ്ട. 5 എണ്ണം നമ്മൾ കൊടുക്കാൻ. അതായത് ഗിവ് അവേ പ്രഖ്യാപിക്കുകയാണോ? അവർക്ക് നമ്മൾ കമൻറ്റ് ഇടുന്നവർക്ക് നല്ല കോഴിക്കൃഷി എങ്ങനെ ലാഭകരമാക്കാവുന്നവർക്ക് 5 ഇൻക്യുബേറ്റർ 5 പേർക്ക് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ്. നമ്മൾ അതായത് ഒരു മുട്ടയ്ക്ക് 12 രൂപ വിപണി മാർക്കറ്റ് വിപണി ഉണ്ട് വെച്ചോ. നമ്മളത് 200 മുട്ട വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2400 രൂപ 200 മുട്ട വയ്ക്കുകയാണെങ്കിൽ അത് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഒരു 150 കുഞ്ഞുങ്ങൾ പ്രതീക്ഷ മതി. എൻ്റെ 99% റിസൾട്ട് ഉണ്ട് കേട്ടോ. ഞാൻ 150 കുഞ്ഞുങ്ങൾ പ്രതീക്ഷ മതി. നമുക്കൊരു 10,000-15,000 രൂപ ആ കുഞ്ഞിന് ഒരു ദിവസം കുഞ്ഞിന് 60 രൂപ ചാർജ്. 21 ദിവസം കൊണ്ട് ആ കുഞ്ഞിന് 60 രൂപയും മാറി. അപ്പോൾ ഈ 150 ഇൻറ്റു 60 എത്രയായി? 11,000 രൂപയുടെ അടുത്തായി. ഇത് നമുക്ക് എല്ലാ ചിലവും ഒരു 3,500-4,000 രൂപ എല്ലാ ചിലവും കഴിഞ്ഞാലും ബാക്കിയൊരു 7,000 രൂപ സുന്ദരമായിട്ട് പോക്കറ്റ് ഇടാം. അതൊരു വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്നിട്ട് വേറെ ജോലിക്കൊന്നും പോകേണ്ട കാര്യം. വീട്ടിൽ 1/2 മണിക്കൂർ സമയം വെച്ചായിരിക്കും ഒരു ദിവസം. 1/2 മണിക്കൂർ ജസ്റ്റ് നനക്കി കൊടുക്കാൻ വേണ്ടി മുട്ട ഈ കോഴിമുട്ട വേറെ ഒരു പണിയില്ല. 1/2 മണിക്കൂർ നമ്മൾ മുട്ട വയ്ക്കുന്ന രീതി കാണിച്ചു തരാം. ജസ്റ്റ് നനക്കി കൊടുത്താൽ മതി, അത്ര സമയമുള്ളൂ. വേറെ ഇതിനകത്ത് ഒരു പണിയില്ല. 21 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പോക്കറ്റ് മണി. ഇത് ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് സപ്പോർട്ട് ഇതെങ്ങനെ വെക്കുന്നതും ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വാങ്ങിക്കാൻ പറ്റുക നമ്മൾ വാങ്ങിക്കുന്നത് എങ്ങനെ അറിയോ? നമ്മൾ വാങ്ങിയിട്ട് ആ പ്രേക്ഷകർ നമ്മൾ അതോടെ ഒഴിവാക്കുകയില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ താങ്ങിക്കൊണ്ടിരും, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരും. അതാണ് എൻ്റെ വിജയം. ഇങ്ങനെ അവർക്ക് നമ്മൾ ഇൻക്യുബേറ്റർ വാങ്ങി അവരെ ഒഴിവാക്കി വിടലേ ചെയ്യുക. അവരുടെ പക്ഷത്ത് നമ്മൾ 1, 2, 3, 4, 5, 6 ഇൻക്യുബേറ്റർ വാങ്ങിയ ആളെ നമ്മുടെ കയ്യിലുണ്ട്, ആൾക്കാരുണ്ട്. അതെന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിജയം. ഞാൻ സാധാരണ ഒരാളായിരുന്നു, എന്നെ അങ്ങനെ ആക്കിയെടുത്തത് നിങ്ങളെപ്പോലെ ചാനലുകാരും പ്രേക്ഷകരുമാണ്. അപ്പോൾ നമ്മൾ ഇനിയും അവർക്ക് വേണ്ടി 5 ഇൻക്യുബേറ്റർ നിങ്ങൾക്ക് ചാനലിൽ നല്ല കമൻറ്റ് ഇടുന്നവർക്ക് 5 ഇൻക്യുബേറ്റർ കൊടുക്കാൻ പോവാം. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ ഇൻക്യുബേറ്റർ സിസ്റ്റവും നമ്മൾ മുട്ട വെച്ച് വിരിയിപ്പിക്കുന്ന ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് മുട്ട ഈ പക്ഷേ ഇപ്പോൾ വീഡിയോ കണ്ട് മുട്ട വയ്ക്കുന്നത് അറിയില്ല. നമുക്ക് മുട്ട വയ്ക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ, ഇത് 2,500 അല്ലേ. നമ്മൾ 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് മുട്ട വിരിയിപ്പിച്ചാൽ തന്നെ ഇൻക്യുബേറ്റർ കാശ് മുതലായി. ഒരു മുട്ടയ്ക്ക് 10 വെച്ച് കൂട്ടി നോക്കി 200 മുട്ടയ്ക്ക് 1-2 പ്രാവശ്യം വെച്ചാൽ തന്നെ ഇൻക്യുബേറ്റർ മുതലായി. 1 വർഷം വാറന്റി കൊടുക്കുന്നത്. ഇതിന് എന്താ കൊടുക്കുക? ഒരു പേഴ്സണക്ക് 2,500 രൂപയ്ക്ക് വാങ്ങിയ സംരംഭം തുടങ്ങാൻ സുഖമല്ലേ? അല്ല, ഇത് എങ്ങനെയാണ് കൊറിയർ അയച്ചു കൊടുക്കും? നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. കേരളത്തിലേക്ക് എല്ലാം അടിക്കും. നമ്മൾ ഇവിടെ മാത്രമല്ല, എൻ്റെ ഇൻക്യുബേറ്റർ ലക്ഷദ്വീപ് വരെ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് പോകുന്നുണ്ട്. നമുക്ക് ഇന്നും ലക്ഷദ്വീപിക്ക് ഓർഡർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എറണാകുളം വരെ പോകും. എറണാകുളത്ത് 2020 വരെ അവിടുന്ന് ബാക്കി എറണാകുളം കപ്പലിൽ കയറ്റി വിടും. ഡാമേജ് ആവുന്നില്ല, ഒന്നും ആവില്ല. നമുക്ക് ഡാമേജ് ആവാൻ പരിപാടി. ഡാമേജ് ആയാൽ തന്നെ നമ്മൾ വേറെ അയച്ചു കൊടുക്കാറുണ്ട്. ഞാനത് തുറന്നു ചേട്ടാ. ഇതാണ് നമ്മുടെ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. മുട്ട വയ്ക്കുന്നത് എങ്ങനെയാക്കിയെന്ന് പറഞ്ഞു തരണേ. മുട്ട വയ്ക്കുന്നത് പറയേണ്ട വിളികളാണ്. എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് പറയാം. നമ്മളിത് ആദ്യം തുറന്നിട്ട് ന്യൂസ് പേപ്പർ ഇരിക്കണം. ഈ ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് അറിയോ? ഈ ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് നമ്മൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആവും. അപ്പോൾ ഇത് വീണ്ടും ചീത്തയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് ബ്ലഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇൻക്യുബേറ്റർ ഫ്രഷ് ആയിട്ട് ഇരിക്കും. നിങ്ങൾ ന്യൂസ് പേപ്പർ ഇരിക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ ഇരിച്ച ശേഷം കാണിച്ചാൽ 1 ലിറ്റർ വെറുതെ വെച്ചാൽ മതി. ബ്ലഡ് ആകാതിരിക്കുകയാണ്. വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ വെള്ളം വയ്ക്കണം. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ്. ഇതേപോലെ ഹൈറ്റിൽ കട്ട് ചെയ്ത് വയ്ക്കണം. നോക്കിയാൽ ഇത്രയും ഹൈറ്റിൽ കട്ട് ചെയ്യാൻ പറ്റുമോ? കണ്ടോ? മിനറൽ വാട്ടർ ബോട്ടിൽ ഒരു പരന്ന പത്രം എടുക്കാൻ പാടില്ല. വെള്ളം കട്ടയക്കണം. അപ്പോൾ അതിൻ്റെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഈ ഹൈറ്റിൽ എടുക്കുക. കറക്റ്റ് 2 ഫാനിൻ്റെ ചുട്ട് വയ്ക്കുക. ഫാനിൻ്റെ ചുട്ട് വയ്ക്കണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഈർപ്പത്തിൽ മറ്റേ ഹ്യൂമിഡിറ്റി പറയും. അത് നമുക്ക് ഇത്ര ശതമാനം വേണമെന്നുണ്ട്. കോഴിക്ക് ഈർപ്പുണ്ടല്ലോ, ആ ഈർപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ മുട്ട നിരത്തി വയ്ക്കുക. സുഭാഷിൻ്റെ മുട്ട എത്തുക.
ഇവരൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയല്ലേ? ഇവർക്ക് എല്ലാം അറിയും. ഇതിന്റെ A to Z കാര്യങ്ങൾ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറെ വർഷങ്ങളായി നമ്മുടെ കൂടെ സ്ഥാപനം വന്നിട്ട് എല്ലാ വീഡിയോയും കാണാം. വർഷങ്ങളായി നമ്മുടെ കടയിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം. വർക്ക് നമുക്ക് ഒരു ടെൻഷൻ ഇല്ല, ഉള്ള കാര്യം പറയില്ല. നമ്മൾ വീടൊക്കെ നമുക്ക് ഇവർ പൊക്കി പറയല്ല. നമുക്ക് ഇതുവരെയ്ക്കും അവർക്ക് ഒരു കൊണ്ടൊരു പ്രശ്നമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തരുന്ന ആൾക്കാർ അവർ. അപ്പൊ ഇതിങ്ങനെ പെറുക്കി വെക്കുക അല്ലേ? നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞുട്ടാ. ഇതിന് 200 മുട്ടയൊന്നുമില്ല, ആകെ 30 മുട്ടകളോട്ടാ. 30 മുട്ടകളോ വീഡിയോക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ഈ മുട്ട ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കണം. കാലത്തും വഴി 1/2 മിനിറ്റ് സമയം മതി. നമ്മളൊരു ഇൻക്യുബേറ്റർ വാങ്ങിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മുട്ട തിരിച്ചു കൊടുക്കുന്ന അറിയണ്ടേ? ഒന്ന് അനക്കി കൊടുക്കതേ. ഇതാ ഒരു കർഷകന് ഇത്ര സമയം മതി, മനസ്സിലായില്ലേ? ഇതാകുമ്പോൾ എന്താ അറിയോ, ഈ വിരിയുന്ന കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ട് വിരിഞ്ഞ് കിട്ടും. നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ ട്രയലില്ലേ, ഈ കൈയും കാലൊക്കെ വികലാംഗനാവും, ചൂട് പെട്ടെന്ന് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ചൂട് കിട്ടും. അപ്പോൾ വിരിയുന്ന കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ട് വിരിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 1/2 മിനിറ്റ് സമയം വേസ്റ്റ് ആക്കുക. പിന്നെ ഒരു കാര്യം, ഇത് വീട്ടിനുള്ളിൽ വെക്കാട്ടെ. നമുക്ക് വീട്ടിനുള്ളിൽ വെക്കാം. ഇത് കളർഫുൾ അല്ലേ? ഇത് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ഇതിനകത്ത് വേറെ പ്രത്യേകത നോക്കിയേ, എവിടെ വേണമെങ്കിൽ തൊടാട്ടാ. ആർക്കും പേടിക്കേണ്ട ആവശ്യം. നോക്കിയാൽ കറണ്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് എവിടെ വേണം വെക്കാം, ഒരു പ്രശ്നമില്ല. എവിടെ വേണം തൊടാം. കത്തും. ചൂടായി 38 ഡിഗ്രി ചൂടായി. അതാണ് 37.7 ഇപ്പോൾ കത്തും കേട്ടോ. ഇപ്പോൾ ഇത് കത്തും. ഇത് അധികം ബൾബ് കത്തില്ല. ഇതപ്പോൾ ഓണായി. അപ്പോൾ ഇത് ചൂടാകുമ്പോൾ കറണ്ട് ബില്ലും കൂടുതൽ വരില്ല. അത് ഇതിന് ബൾബ് കത്തില്ല. ഇതിന് വലിയ മുതൽ മുടക്കൊന്നും ഇതിനകത്ത് ഇല്ല, നഷ്ടമൊന്നും സംഭവിക്കില്ല. 21 ദിവസം വെച്ചാൽ ചെറിയൊരു പൈസ കറണ്ട് ബില്ലാകുള്ളൂ. ഇത് കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കുക, വയസ്സായ അമ്മമാർക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇൻക്യുബേറ്റർ ഇത് 9 വർഷമായി കൊണ്ടുപോയിട്ട് ആർക്കും ഇതുവരെയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആർക്കും ഉപയോഗിക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണത്. KRS ഇൻക്യുബേറ്റർ വീട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്തറിയോ? ഇൻക്യുബേറ്റർ മുട്ട വയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇൻക്യുബേറ്റർ ഒന്ന് വൃത്തിയായി തുടയ്ക്കല്ല, മറ്റേ ഒന്ന് പേപ്പർ വിരിക്കുക, ന്യൂസ് പേപ്പർ വിരിക്കുക. ഈ ന്യൂസ് പേപ്പർ വിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ആവും. ഈ മറ്റുള്ള രണ്ടാമവശ്യം വയ്ക്കുമ്പോൾ ഇൻഫെക്ഷൻ ആവും. ആ ഇൻഫെക്ഷൻ ആവാതിരിക്കാനാണ് നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണി വിരിച്ചോട്ടെ, കുഴപ്പമില്ല. ന്യൂസ് പേപ്പറിൽ കോട്ടൺ തുണി വിരിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഒരു 3 ഇഞ്ച് അടിയിൽ നിന്ന് നോക്കി 3 ഇഞ്ച് ഹൈറ്റിൽ കട്ട് ചെയ്യുക. കറക്റ്റ് 2 ഫാനിൻ്റെ ചുവട്ടിൽ വെള്ളം വയ്ക്കുക. 200 ആകുമ്പോൾ ഒരു 2 പാത്രം, 100 ആണെങ്കിൽ ഒരു ഫാനിൻ്റെ ബൾബ് ഉള്ളൂ, അത് ഒരു പാത്രം വെള്ളം വയ്ക്കുക. അതിനുശേഷം നമ്മൾ മുട്ട നിരത്തി വയ്ക്കുക. നമ്മളിപ്പോൾ 200 മുട്ട ഇല്ലെങ്കിൽ 10 മുട്ടയും വയ്ക്കുക കേട്ടോ, അല്ല 50 മുട്ടയും വയ്ക്കുക. ഇപ്പോൾ ഈ ആഴ്ച 50 മുട്ട കിട്ടി വെച്ചു. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും 50 മുട്ട കിട്ടി വീണ്ടും വയ്ക്കാം, പിറ്റേ ആഴ്ച വയ്ക്കാം. 3ാമത്തെ ആഴ്ച വീണ്ടും വയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും ആദ്യത്തെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ആഴ്ചയ്ക്ക് 50 കുഞ്ഞുങ്ങൾ എടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട മാർക്ക് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് പെൻസിലോട് മാർക്ക് ഡേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആഴ്ചയ്ക്ക് കുഞ്ഞുങ്ങൾ എടുക്കാം. അങ്ങനെ വെച്ച ശേഷം നമുക്കിത് വീട്ടിനകത്ത് എവിടെ വേണം വയ്ക്കാം. നമുക്ക് ആകെ ചെയ്യേണ്ട പണി ജസ്റ്റ് ഒന്ന് കാലത്ത് വെച്ച്, ഇപ്പോൾ വൈകുന്നേരം മുട്ട വെച്ചോ, വൈകുന്നേരം മുട്ട വെച്ചാൽ കാലത്ത് നമുക്ക് അടിച്ച് വഴിക്ക് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. അത്ര പണിയുള്ളൂ. അത് വൈകുന്നേരം ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല. വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീണ്ടും അനക്കി കൊടുക്കുക. അത്ര പണിയുള്ളൂ. 18 ദിവസം അനക്കി കൊടുക്കുക. 19 ദിവസം കൊണ്ട് തന്നെ അനക്കേണ്ട ആവശ്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇനി 19 ദിവസം 20 ദിവസം സമയം വിരിഞ്ഞ് തുടങ്ങാൻ സമയമായി, കുട്ടികളെ വളർച്ചയ്ക്ക് എത്തി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം, ഇനി 19, 20, 21 ദിവസം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് വിരിഞ്ഞ് പുറത്തേക്ക് വരും. ആ വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിടുക. നമുക്ക് അത് ഒരുപാട് കുഞ്ഞുങ്ങൾ അതിലിടുമ്പോൾ എന്താ പറയുക, കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻക്യുബേറ്റർ നാശവും. നമ്മൾ ഒരു 8-10 കുഞ്ഞുങ്ങൾക്ക് വിരിയുന്നതനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ബ്രൂഡിങ് സെറ്റ് ചെയ്യുക, മാറ്റുക. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ചൂട് കൊടുക്കുന്നതും എല്ലാ രീതിയും നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ പരിപാലനം വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കർഷകർക്ക് നമ്മൾ ഇൻക്യുബേറ്റർ ചൂട് എങ്ങനെ കൊടുക്കാം, അതിന് വാക്സിൻ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും സപ്പോർട്ട് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലാഭം നോക്കിയിട്ടല്ല അത് ചെയ്യുന്നത്, നമുക്ക് ഇതിനോട് പ്രത്യേക സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ ലെവലെത്തിയത്. ഈ കോഴിയോട് ഈ ഇൻക്യുബേറ്ററോടും നമ്മൾ അത്രയും ഈ ബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഈ ഇത്രയും പിടിച്ചു നിൽക്കാൻ കാരണം. ഈ 200 മാത്രമേ ഉള്ളൂ നിങ്ങളുടെ? 100-ൻ്റെ 60 ഉണ്ട്. 100 മുട്ട വയ്ക്കുന്നുണ്ട്, 60 മുട്ട വയ്ക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാണ് 60 മുട്ട വയ്ക്കുന്നത്. അവരെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. അവർക്കറിയും കൊടുക്കാനുള്ള കാര്യം, അവർക്കറിയും. ഈ 60 മുട്ട വയ്ക്കുന്നതാണ് വില. ഇത് 1600 രൂപ വില കേട്ടോ. 1600. അത് നഷ്ടമാണ്. ലാഭം അതാണ്. 200 ലാഭം നമുക്കിത് അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഇതിന് വിലയുണ്ട്, ഈ പാർട്സിന് വിലയുണ്ട്. ഈ മീറ്റർ പറഞ്ഞാൽ നമ്മുടെ പ്രത്യേക മീറ്ററാണ്. നമ്മുടെ വിജയം പറയുമ്പോൾ നമ്മുടെ ഈ സെറ്റിങ്സ് ഉണ്ടല്ലോ, KRSൻ്റെ നമ്മുടെ ഇത്രയും അറിയപ്പെടാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ഇതിൽ സെറ്റിങ്സ് ഒരു ഒളിഞ്ഞുറപ്പ് സംഭവമുണ്ട്. അത് ഞങ്ങൾക്ക് പുറത്തേക്ക് ആരെങ്കിലും വിട്ടു. അത് ഞങ്ങൾ ടെക്നോളജിയാണ്. അതാണ് നമ്മുടെ വിജയം. അവർക്കൊക്കെ അറിയും. ഞങ്ങളത് പുറത്തേക്ക് വിടാറില്ല. അങ്ങനെ നമ്മുടെ റിസൾട്ട് അതാണ്. എൻ്റെ കർണാടകയിലെ 101 മുട്ട വെച്ചിട്ട് 100 മിനിറ്റുള്ള ഞാൻ പ്രേക്ഷകർക്ക് നമ്പർ അടക്കം കൊടുക്കുന്നത്. ഇത് നമ്മൾ നുണ പറയല്ല, സത്യസന്ധമായ കാര്യം പറയും. നമ്മൾ ഈ സ്ഥാപനം നിന്ന് പറയണേ.
101 മുട്ട വെച്ചിട്ട് 100 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അത് എവിടെ നടക്കുക, അത് തെളിവടക്കം ഞാൻ കൊടുക്കും. എൻ്റെ നമ്പർ ഉണ്ട്, ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മളത് ഇത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്, മനസ്സിലായി. അതുകൊണ്ടല്ലേ നമ്മളെ ഇത്രയും നോക്കിയാൽ 60 100 ഉണ്ട്. 100 വന്നിട്ട് 1800 നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 200 രൂപ ചാർജ് ആവും. ടോട്ടൽ 2000 രൂപ ആവും. അല്ല വില ഇത് 1800, ഇത് 1600. ഇത് ഐസ് ബോക്സ് ആണ്, സ്ട്രോങ് ബോക്സ് ആണ്, മനസ്സിലായില്ലേ. ഇത് വന്നിട്ട് 100 മുട്ട വയ്ക്കുന്നത്, ഇതും വലിപ്പമുണ്ട്. 1800 വില, 200 രൂപ കൊറിയർ ചാർജ്, അങ്ങനെ 2000. 1 വർഷം വാറണ്ടി ഉണ്ട്, 3 വർഷം വാറണ്ടി ഉണ്ട്. ഞങ്ങളെ ഈ ലെവലെത്തിച്ച് പേഴ്സണായിട്ടാ. ഇനിയും ഈ പേഴ്സണെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് 5 ഇൻക്യുബേറ്റർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അവർക്ക് ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസം ഞങ്ങൾക്ക് 100% ഉണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അത് നല്ല കമൻറ്റ് ഇടാട്ടാ. പിന്നെ ബാക്കി അതിൽ എന്തോ ലൈക്കുക, കമൻറ്റ് എന്തോ ചെയ്തോട്ടാ. നമുക്ക് കോഴിക്കൃഷിയെ കുറിച്ച് നല്ല അറിയുന്ന കമൻറ്റ് ഇടുക. 5 പേർക്ക് 5 ഇൻക്യുബേറ്റർ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. ഗ്രീൻപീസിന്റെ പ്രേക്ഷകർ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവരാണ്. അവർക്ക് കൊടുക്കണം. ഞങ്ങൾക്ക് അത് കൊടുത്തിട്ട് കിട്ടിയ ലാഭം മതി.